നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. മാനസാന്തരപ്പെട്ട കള്ളൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 29-ാം അധ്യായത്തിന്റെ 39 മുതൽ 43 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെത്തനെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞവനെ ദൂഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിനെ പരിഹസിക്കാനാണ്, കവർച്ചക്കാരുടെ നേതാവാണ് യേശു എന്ന് ജനത്തിന് തോന്നിക്കാൻ വേണ്ടിയാണ് രണ്ട് കവർച്ചക്കാരെ അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തിക്കാരെ യേശുവിനോട് കൂടെ നടത്തി കൊണ്ടുപോയതും കാൽവറിയിൽ ഇരുവശങ്ങളിലുമായിട്ട് അവരെയും കൂടെ കുരിശിച്ചതും. എന്നാൽ ചക്കിന് വെച്ചത് കൊക്കിന് എന്ന് പറയാറുള്ളത് പോലെ ഇവിടെ സംഭവിക്കുകയാണ്. യേശുവിനെ പരിഹസിക്കാൻ കൊണ്ടുവന്ന ഈ കള്ളന്മാരിൽ ഒരുത്തൻ, ഈ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ യേശുവിനെ തിരിച്ചറിയുകയാണ്. അവൻ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയാണ്. അവൻ മറ്റവനെ ഉപദേശിക്കുകയാണ്. അവൻ യേശുവിനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടുകയാണ്. പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യം നമുക്കിവിടെ കാണാൻ കഴിയും. കാരണം തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരും അവനെ ദുഷിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും അവനെ ദുഷിച്ചു. എന്നാൽ യേശുവിൻ്റെ കുരിശിലെ പെരുമാറ്റവും പ്രാർത്ഥനയും ആ കുരിശിലെ മേലെഴുത്തും ശ്രദ്ധിച്ചിട്ടാകാം ഒരു കള്ളനൊരു മനമാറ്റമുണ്ടായി. യേശുവിൻ്റെ കുരിശിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, നസറേയനായ യേശു യഹൂദന്മാരുടെ രാജാവ്. ഈ ബോർഡ് യേശുവിനെ കൊണ്ടുപോകുന്ന കുരിശിൽ തറപ്പിച്ച് പീലാത്തോസ് കൊടുത്തു വിട്ടപ്പോൾ അവർ പറഞ്ഞു, ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞു എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതി. പീലാത്തോസിന് ആ ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ ബോർഡ് എഴുതി മേലെഴുത്തായിട്ട്. ഒരുപക്ഷെ കുരിശിലെ കള്ളൻ, ആ ഒരു കള്ളൻ, മാനസാന്തരപ്പെട്ട കള്ളൻ, അതുകൂടെ വായിച്ചതിനാലാകാം അവന് ഒരു ചലനം ഉണ്ടായി. അവൻ ആദ്യം മറ്റവനെ ശാസിക്കുകയാണ്. സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഇത് ദൈവമാണ്, അല്ലെങ്കിൽ ദൈവപുത്രനാണ്. നമുക്ക് തുല്യം ശിക്ഷയേൽക്കാൻ ദൈവപുത്രൻ തയ്യാറായിട്ടും നീ അവനെ ഭയപ്പെടുന്നില്ലയോ? എന്നിട്ട് മറ്റവൻ ഉപദേശിക്കുകയാണ്, നാം ന്യായമായി ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതാണ് കിട്ടുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കുരിശിക്കപ്പെടണം, നമ്മൾ അടിയേൽക്കണം. എന്നാൽ ഇവനും അരുതാത്തൊന്നും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ ഇതിനോടകം ഈ കള്ളന്മാർ യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളും യേശുവിൻ്റെ പ്രഭാഷണങ്ങളെക്കുറിച്ചൊക്കെ പലതിൽ കേട്ട് കാണും. സഹ കള്ളന്മാരിൽ നിന്ന്, സഹ തടവുകാരിൽ നിന്നൊക്കെ കേട്ട് കാണും. അപ്പോൾ കേവലം ഈ കുരിശിൽ വെച്ച് യേശുവിനെ കണ്ടു അല്ലെങ്കിൽ യേശുവിൻ്റെ വാക്കുകൾ കേട്ടു അതുകൊണ്ട് മാത്രമായിരിക്കില്ല, ഇതിനോടകം യെരുശലേമിൽ സംഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇസ്രായേൽ ദേശത്ത് 3.5 വർഷമായി യേശു മൂലം സംഭവിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും മിക്ക ആളുകളും, പ്രത്യേകിച്ച് ജനസമ്പർക്കമുള്ള ആളുകൾ, അതറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്വാധീനം കൊണ്ട് ഇവൻ മറ്റേ കള്ളനോട് പറയുകയാണ്, നാം ന്യായമായ ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവൃത്തിന് യോഗ്യമായതാണ് കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവൻ പാപമില്ലാത്ത ദൈവമാണ്. പിന്നെ അവൻ യേശുവെങ്കിലേക്ക് തിരിഞ്ഞിട്ട് പറയുകയാണ്, അവൻ വേദന കൊണ്ട് പുളയുകയാണ്. അവനറിയാം അവൻ മരണാസന്നനാണ്. ചില മിനിറ്റുകൾ കഴിയുമ്പോൾ പടയാളികൾ വന്നിട്ട് അവൻ്റെ
കാലിൻ്റെ മുട്ടടിച്ചൊടിക്കും. അപ്പോൾ ശ്വാസം വിടാൻ പറ്റാതെ വരുന്നത് കൊണ്ട് അവൻ അന്ത്യശ്വാസം വലിക്കും. ഇതെല്ലാം അറിഞ്ഞിട്ട് ആ കള്ളൻ യേശുവിനോട് പറയുകയാണ്, യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. എന്നാണ് അവൻ പറഞ്ഞത്? നിന്റെ മരണം ഈ കുരിശുകൊണ്ട് തീരുകയില്ല. നിന്റെ ജീവിതം കല്ലറയിലെ അടക്കം കൊണ്ടോ ഉയർപ്പ് കൊണ്ടോ തീരുകയില്ല. സ്വർഗാരോഹണം കൊണ്ട് തീരുകയില്ല. അങ്ങ് രാജാവായി സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരും. ഈ കുരിശിലെ മേലെഴുത്ത് യാഥാർത്ഥ്യമാകും. അങ്ങ് മെശിഹയാണ്, അങ്ങ് ദൈവപുത്രനാണ്, അങ്ങ് ക്രിസ്തുവാണ്, അങ്ങ് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി വന്നതാണ്. അതിനാണ് അങ്ങ് യാഗമാകുന്നത്, കുരിശുമരണം വരിക്കുന്നത്, വേദനയേൽക്കുന്നത്. ഞാനത് തിരിച്ചറിയുന്നു. അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എൻ്റെ ആത്മാവിനെ രക്ഷിക്കണം, എന്നെ ഓർക്കണം. യേശു ഉടനെ മറുപടി കൊടുക്കുകയാണ്. സർവജ്ഞാനിയായ യേശുവിന് അവൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെയാണത് പറയുന്നത് എന്ന് മനസ്സിലായി. അവൻ യഹൂദനാണ്. അവൻ്റെ മതനേതാക്കൾ അവിടെ കുരിശീകരണ സമയത്തോടെ വന്നിട്ടുണ്ട്. അവരെ ഒന്നും ഭയപ്പെടാതെ, അവരെന്ത് പറയുന്നോ ചിന്തിക്കുന്നോ എന്നൊന്നും പരിഗണിക്കാതെ അവൻ യേശുവിനോട് പറയുകയാണ്, നീ രാജത്വം പ്രാപിച്ചപ്പോൾ എന്നെ ഓർക്കണം. യേശു എന്നെ കുരിശിൽ നിന്ന് രക്ഷിക്കണമെന്നല്ല അവൻ പറയുന്നത്. അവൻ പറയുന്നത്, നീ രാജാവാകും, നീ ദൈവമാണ്, നീ വീണ്ടും വരും, ഞാനത് വിശ്വസിക്കുന്നു, അന്ന് എന്നെ ഓർക്കണം. യേശു പറഞ്ഞു, ഇന്ന് തന്നെ നീ എന്നോടുള്ള പ്രതീക്ഷയിലേക്ക്. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് നിൻ്റെ ആത്മാവിനെ കൊണ്ടായിരിക്കും. എൻ്റെ ശരീരം ഇവിടെ തൂങ്ങിക്കിടക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ അത് യോസേഫും നിക്കോദീമോസും ചേർന്ന് എടുത്ത് അടക്കും. 3 ദിവസം ഞാൻ കല്ലറയിൽ കഴിയേണ്ടി വരും. എന്നാൽ നിൻ്റെ ശരീരം കള്ളന്മാർ വന്ന് മുട്ട് തല്ലി ഒളിക്കുന്നതില്ല, നീ ചാകാനിടയാകും, നീ കുരിശിൽ തൂങ്ങിക്കിടക്കാനിടയാകും. അത് പക്ഷികൾ കൊത്തും. നിൻ്റെ ശരീരം പക്ഷികൾക്ക് ഏറെയാകും. നിൻ്റെ അസ്ഥികൾ ഇവിടെ കൊഴിഞ്ഞു വീഴാനിടയാകും. നീ മണ്ണോട് മണ്ണാകും. എന്നാൽ നിൻ്റെ ആത്മാവ് ഇന്ന് തന്നെ എൻ്റെ ആത്മാവോട് ചേർന്ന് ആയിരിക്കും സ്വർഗത്തിലേക്ക് പോവുക. യേശു അവസാനമായി രക്ഷിച്ചത് ഈ ദുഷ്പ്രവൃത്തിക്കാരനെയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ആളുകളെ സ്നേഹിക്കുന്നു, പാപികളെ അവിടെ കരുണ കാണിക്കുന്നു. തന്നെ വിശ്വസിക്കുന്ന ആളുകൾ, അവർ ദരിദ്രരാകാം, ഭിക്ഷക്കാരാകാം, കുരുടരാകാം, അവർ നിറവും മണവും ജാതിയും ഒന്നുമില്ലാത്തവരാകാം, അതൊന്നും തനിക്ക് വിഷയമല്ല. എല്ലാവരും ദൈവമുമ്പാകെ പാപികളാണ്. അതുകൊണ്ട് തന്നെ രക്ഷകനായി സ്വീകരിച്ച ഈ മനുഷ്യനെ, അവനെക്കൊണ്ട് ഒരു ഉപകാരവും വാസ്തവത്തിൽ ദൈവത്തിനോ സഭയ്ക്കോ ഇല്ല. അവന് സഭായോഗത്തിന് വരാൻ പോകുന്നില്ല, സ്തോത്രകാഴ്ച ഇടാൻ പോകുന്നില്ല, പാട്ടുപാടാൻ പോകുന്നില്ല, പ്രാർത്ഥിക്കാൻ പോകുന്നില്ല, മറ്റുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കാനോ അവരോട് ചേർന്ന് പരസ്യമായി ദൈവവേല ചെയ്യാനോ ഒന്നും അവൻ പോകുന്നില്ല. അത് വേണ്ട. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മുടെ സേവനങ്ങളല്ല വേണ്ടത്. തന്നെ ദൈവമായി മനസ്സിലാക്കുന്ന ആളുകൾ ദൈവത്തിന് വിലയേറിയവരാണ്. അത് മതി. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ശേഷം നാം എത്ര കാലം ഇവിടെ ജീവിച്ചിരിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊന്നും അല്ല വലിയത്. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു, അതാണ് വലിയത്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പീൻ. ഈ കള്ളൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുവാൻ ഇടയായി. അവൻ ദൈവമകനായി തീർന്നു, സ്വർഗ അവകാശിയായി തീർന്നു. അവൻ്റെ ആത്മാവുമായിട്ടാണ് യേശു പിതാവിൻ്റെ അടുത്തേക്ക് പോകുവാൻ ഇടയായത്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ കേൾക്കാനിടയാകുമ്പോൾ, യേശുവിൻ്റെ മഹത്വം അറിയാനിടയാകുമ്പോൾ, അല്ലെങ്കിൽ യേശു വിളിക്കുമ്പോൾ യേശുവിനെ കൈക്കൊള്ളുവാൻ ഈ കുരിശിലെ കള്ളനെ പോലെ സാധിച്ചവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും അവനൊരു VIP ആയിട്ട് വളരെ പെട്ടെന്ന് മാറുവാൻ ഇടയായി. യേശുവിനോടൊപ്പം ഏകനായി സ്വർഗത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് വന്ന യേശുവിനോടൊപ്പം പിതാവിൻ്റെ അടുത്തേക്ക് പോകുവാൻ അവന് മഹാഭാഗ്യമുണ്ടായി. അതൊരു ചെറിയ കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങനെ മരിക്കുന്നു എന്നുള്ളതൊന്നുമല്ല. നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തെ കണ്ടെത്തിയോ, അല്ലെങ്കിൽ യേശുവിനെ ദൈവമായി നമ്മൾ സ്വീകരിച്ചോ, അതാണ് വലിയത്. അത് മതി. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.